ഫോഴ്സ് അതിൻ്റെ നേരത്തെ പോസ്റ്റിങ്സിലുണ്ട്. ഞാൻ ഒന്നുകൂടെ ചില പോയിൻറ്റ്സ് വീണ്ടും ഒന്ന് ആവർത്തിക്കുന്നു എന്ന് മാത്രം. ഒരു ഇലക്ട്രിക് ചാർജ് മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണല്ലോ ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ്. അതിൻ്റെ വാല്യൂ എഫ് ഈക്വൽസ് ബി ക്യു വി സൈൻ തീറ്റ, വേർ theta is B is the strength of the magnetic field, V is the velocity of the moving charge Q. Theta is the angle between a direction of motion of the charge and direction of B. BQV sin theta. B ഇങ്ങോട്ട്, velocity ഇങ്ങോട്ട്, theta angle between these two. ഇതിൽ തീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ സൈൻ 91 എന്ന് വരും. എങ്കിൽ എഫ് ഈക്വൽസ് ബി ക്യു വി, ദറ്റ് ഈസ് ദി മാക്സിമം ഫോഴ്സ്. ബിയുടെ ഡയറക്ഷനിലാണ് ചാർജ് പോകുന്നതെങ്കിൽ തീറ്റ 0 അപ്പോൾ എഫ് ഈക്വൽ 0 എന്ന് വരും. അപ്പം മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ട് വെലോസിറ്റി വന്നാൽ ഫോഴ്സ് ലോറൻസ് ഫോഴ്സ് 0 പെർപെൻഡിക്കുലറായിട്ട് വന്നാൽ ബി ക്യു വി. ഇതിൻ്റെ ഡയറക്ഷൻ എൽ എം പി, ലെഫ്റ്റ് മോട്ടോർ, ലോറൻസ് ഫോഴ്സിന് മോട്ടോർ ഫോഴ്സ് എന്നും പറയാം. ലെഫ്റ്റ് മോട്ടോർ പാം റൂള്, ലെഫ്റ്റ് പാം മോട്ടോർ എന്ന് പറയുമ്പോൾ ഈ ലോറൻസ് ഫോഴ്സ്, കറണ്ട് ക്യാരിങ് കണ്ടക്ടർ, അതിലുള്ള ഫോഴ്സ്, ഇതൊക്കെ കണ്ടുപിടിക്കാനായി റൂൾ ഉപയോഗിക്കുന്നത്. എൽ എം പി, ലോക്കൽ മെഡിക്കൽ പ്രാക്ടീഷണർ, എൽ എം പി. ഈ റൂൾ അനുസരിച്ച് പോസിറ്റീവ് ചാർജാണ് ചലിക്കുന്നത് എന്ന് മനസ്സിൽ കാണുക. പോസിറ്റീവ് ചാർജ് നമ്മുടെ സ്റ്റാൻഡേർഡ് ചാർജ്. ഇത് ബിയുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ചാർജ് ചലിക്കുന്നത് ഇപ്പോൾ 90 ഡിഗ്രി ആയി കാണിച്ചിരിക്കുന്നത്, തീറ്റ 90 ഉള്ള കേസിലായി കാണിച്ചിരിക്കുന്നത്. മാഗ്നറ്റിക് പോസിറ്റീവ് ചാർജ് ഇതിന് പെർപെൻഡിക്കുലറായിട്ടാണ് ചലിക്കുന്നത്. അപ്പോൾ ഇടത്ത് കൈയുടെ ഉൾഭാഗത്ത് ഈ ബി വന്ന് തട്ടുന്ന, ബിയുടെ ടിപ്പ്, ബി വെക്ടറിൻ്റെ ടിപ്പ് വന്ന് മുട്ടത്തക്കവണ്ണം ഇടത്ത് പാം നൂർത്ത് പിടിക്കുക ഇങ്ങനെ. അപ്പോൾ ഇവിടോട്ട് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഈ ഉള്ളം കൈയിലോട്ടായിരിക്കണം, ഇടത്ത് കൈയുടെ. 4 വിരൽ ഈ ചാർജ് പോകുന്ന ഡയറക്ഷനിലായിരിക്കണം, വെലോസിറ്റിയുടെ ഡയറക്ഷൻ. എങ്കിൽ തള്ളവിരൽ എങ്ങോട്ട് നിൽക്കുന്നു അങ്ങോട്ടായി ലോറൻസ് ഫോഴ്സ്. അപ്പോൾ ഇതാണ് എഫിൻ്റെ ഡയറക്ഷൻ. ഇതാ എൽ എം പി റൂൾ. ഇലക്ട്രോൺ ആണെങ്കിൽ, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അത് പോസിറ്റീവ് ചാർജ് ആണ് അസ്യൂം ചെയ്തുകൊണ്ട് ഫോഴ്സ് കാണുക. എന്നിട്ട് അതിൻ്റെ ഡയറക്ഷൻ എതിരായിട്ട് അങ്ങ് പറഞ്ഞാൽ മതി. ഇപ്പോൾ ഇങ്ങോട്ട് നെഗറ്റീവ് ചാർജാണ് പോകുന്നതെങ്കിൽ എഫ് ഇൻ ടു ദി പേപ്പറാണ്, ഇത് ഔട്ട് ഓഫ് ദി പേപ്പർ. നെഗറ്റീവ് ചാർജാണ് ഇൻ ടു ദി പേപ്പർ എന്ന് വരും. ഇനി നമുക്ക്, അപ്പോൾ ഇത് ഓർത്തിരിക്കും. ഇനി നമുക്ക്, ഞാനിവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കാണിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്തെല്ലാം ഒരു മാഗ്നറ്റിക് ഫീൽഡുണ്ട്. ഞാനത് ഒരു പോയിൻ്റ് ഞാൻ കാണിച്ചിട്ടുള്ളൂ. ബിയുടെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി പേപ്പറിന് വെളിയിലോട്ടാണ് ബി, ഒരു ഡോട്ട് ഇട്ടിരിക്കുക, പേപ്പറിന് വെളിയിലോട്ടാണ്. ഇതിൽ ഒരു ചാർജ്, പോസിറ്റീവ് ചാർജ് ക്യൂ ഈ ഫീൽഡിൽ കൂടെ കടത്തി വിടുക ഇങ്ങോട്ട്. ഈ പോയിൻ്റ് എടുക്കുക. ഇപ്പോൾ എഫ് എങ്ങോട്ടാണെന്ന് നോക്കാം. കണ്ടോ, ബി ഔട്ട് ഓഫ് ദി പേപ്പർ. അപ്പോൾ ഇടത്ത് കൈയുടെ ഉള്ളം കൈയിൽ അത് വന്ന് ആ ഫീൽഡ് വെക്ടർ വന്ന് മുട്ടണമെങ്കിൽ ഇടത്ത് കൈയുടെ പാം ഇങ്ങനെ പിടിക്കണം, വെലോസിറ്റി ഇങ്ങോട്ട്. അപ്പോൾ 4 വിരൽ അങ്ങോട്ട് നിൽക്കണം, എങ്കിൽ തള്ള വിരൽ ചൂണ്ടിയിരിക്കുന്നത് ഇങ്ങോട്ടാണ്. അപ്പോൾ ഇങ്ങോട്ട് പോകുന്ന ചാർജിന് ഇങ്ങോട്ടൊരു ഫോഴ്സ് കിട്ടുക. അപ്പോൾ ഇതൊന്ന് ബെൻഡ് ചെയ്യും. അപ്പോൾ ബെൻഡ് ചെയ്ത് അപ്പോൾ ഇങ്ങോട്ട് ഫോഴ്സ് വരും. ഇങ്ങനെ ഇവിടെ വരുമ്പോൾ റൂൾ അപ്ലൈ ചെയ്താൽ എഫ് ഇങ്ങോട്ടാന്ന് കിട്ടും. ഇവിടെ വരുമ്പോൾ എഫ് ഇങ്ങോട്ടാണ്. എവിടെ വരുമ്പോഴും ഫോഴ്സ് ടുവേർഡ്സ് എ ഫിക്സഡ് പോയിൻ്റാണ്.
അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡിൽ കൂടി പോസിറ്റീവ് ചാർജ് കടത്തി വിട്ടാൽ ഇൻ എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദി ഫീൽഡ് ഡയറക്ഷൻ ദി ചാർജ് വിൽ എക്സിക്യൂട്ട് എ സർക്കുലർ മോഷൻ. ഇത് ഫിഗർ വരച്ച് നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് കൈയും കാലും ഒക്കെ വെച്ച് ബോധ്യപ്പെടാം. എവിടെ ഇത് ചെന്നാലും എഫ് ഒരു ഫിക്സഡ് പോയിന്റിലോട്ടാണ്, അത് ഈ സർക്കിളിൻ്റെ സെൻറ്ററിലോട്ടാണ്. അപ്പോൾ ചുരുക്കത്തിൽ സർക്കുലർ മോഷൻ നടത്തും എന്നുള്ള ഉറപ്പ്. അപ്പോൾ ഈ ലോറൻസ് ഫോഴ്സ് ബി ക്യു വി, ഇവിടെ ബി ക്യു വി തീറ്റ 90 ഡിഗ്രിയാണ്. ബി ക്യു വി എന്ന് പറയുന്ന സെൻട്രിപെറ്റൽ ഫോഴ്സായിട്ട് ആക്ട് ചെയ്യുകയും നമുക്ക് ഈ ഇക്വേഷൻ എഴുതുകയും ചെയ്യാം. സെൻട്രിപെറ്റൽ ഫോഴ്സ് mv²/r ഈക്വൽസ് ബി ക്യു വി. ഇവിടുന്ന് ആവശ്യമുള്ളത് കണ്ടുപിടിക്കാം. ഇത് ലോറൻസ് ഫോഴ്സ്, ചാർജിലുള്ള ലോറൻസ് ഫോഴ്സും അതിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷനുമാണ്. ഇത് നമ്മൾ ധാരാളം കാട്ടിയിട്ടുണ്ട്. സൈക്ലോട്രോൺ ഫ്രീക്വൻസിയൊക്കെ ഇതിൽ നിന്ന് നമ്മൾ ടാപ്പ് ചെയ്ത് എടുക്കുക. ഇനിയും ചരിഞ്ഞാകേറുന്നതെങ്കിൽ, ഇപ്പോൾ ഇങ്ങോട്ടൊരു മാഗ്നറ്റിക് ഫീൽഡുണ്ട്, ചാർജ് ഇങ്ങനെ ചരിഞ്ഞാകേറുന്ന തീറ്റ എന്ന് പറയുന്ന ആംഗിൾ. ഈ വെലോസിറ്റിയെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇങ്ങോട്ട് ഈ ഫീൽഡിന് പാരലായിട്ടൊരു കമ്പോണൻറ്റ് വി കോസ് തീറ്റ, ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ട് വി സൈൻ തീറ്റ. നമുക്കറിയാം ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ടുള്ള വെലോസിറ്റി ഈ ചാർജിനെ സർക്കിളിൽ കറക്കും. അതല്ലേ മുമ്പേ കണ്ടത്. ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ടാണ് വെലോസിറ്റി എങ്കിൽ അത് സർക്കിളിൽ കറങ്ങും. ഇവിടെ ഇപ്പോൾ ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ട് ടോട്ടൽ വെലോസിറ്റി നമ്മൾ രണ്ട് കമ്പോണൻസ് ആക്കി. വി കോസ് തീറ്റ അത് ഫീൽഡിന് പാരലായിട്ട്. ഈ വെലോസിറ്റി കമ്പോണൻറ്റ് കൊണ്ട് ലോറൻസ് ഫോഴ്സ് 0 ആകും. കാരണം ഫീൽഡിന് പാരല വെലോസിറ്റി എങ്കിൽ ഫോഴ്സ് 0 ആണെന്ന് കണ്ടു നമ്മൾ. ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഫോഴ്സ് മാക്സിമം. ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണൻറ്റ് ഇവിടെ വി സൈൻ തീറ്റയാണ്. ഈ വി സൈൻ തീറ്റ ഇതിനെ സർക്കിളിൽ കറക്കാൻ ശ്രമിക്കും. അക്കോർഡിംഗ് ടു ദി ഇക്വേഷൻ mv²/r ഈക്വൽസ് ബി ക്യു വി. ഇവിടെ mv² വിക്ക് പകരം വി സൈൻ തീറ്റ എന്ന് കൊടുക്കണം. അപ്പോൾ m × വി സൈൻ തീറ്റ സ്ക്വയർ ബൈ റേഡിയസ് ഓഫ് ദി സർക്കിൾ ഈക്വൽസ് ബി ക്യു വി സൈൻ തീറ്റ. ഈ വെലോസിറ്റി ഇവിടെ നിന്ന് mv സൈൻ തീറ്റ, ഒരു സൈൻ തീറ്റ ക്യാൻസൽ ചെയ്യുമ്പോൾ mv സൈൻ തീറ്റ /r ഈക്വൽസ് ബി ക്യു. ഓർ r ഈക്വൽസ് റേഡിയസ് ഓഫ് ദി സർക്കിൾ r ഈക്വൽസ് mv സൈൻ തീറ്റ ബി ക്യു. നമുക്ക് ഇനി വേണം. ഇനിയും ഇത് തന്നെ ഈ സർക്കിളിൽ കറങ്ങുന്നതിനോടൊപ്പം തന്നെ ഇതിന് ഇങ്ങോട്ടൊരു വെലോസിറ്റി ഉണ്ട് വി കോസ് തീറ്റ. അപ്പോൾ ഈ സർക്കിളിൽ കറങ്ങുകയും അതിനോടൊപ്പം തന്നെ ഇത് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ ഒരു വെലോസിറ്റി ഉള്ളതുകൊണ്ട് ഈ ചാർജ് അങ്ങോട്ട് നീങ്ങുകയും ചെയ്യും. അപ്പോൾ കറങ്ങി ഇത് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ ചലിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഇതൊരു സ്പ്രിങ് പോലുള്ളൊരു പാത്ത്, അല്ലെ ഹെലിക്സ്, അല്ലെ ഹെലിക്കൽ പാത്ത് എന്ന് പറയുക. ഇങ്ങനെ കറങ്ങി ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ മുന്നേറും. ഇപ്പോൾ മുന്നോട്ട് പോകുന്ന ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ പോകുന്നത് വി കോസ് തീറ്റ എന്ന് പറയുന്ന വെലോസിറ്റി ഉള്ളത് കൊണ്ടാണ്. വി സൈൻ തീറ്റ ഉള്ളത് കൊണ്ട് ഇത് സർക്കിളിൽ കറങ്ങുന്നു. അപ്പോൾ ഹെലിക്കൽ പാത്താണ്. പാത്തിൽ കൂടി ചാർജ് ചലിച്ച് കറങ്ങി ഇങ്ങനെ മുന്നേറും, ഇങ്ങനെ കറങ്ങിപ്പോക്കോളും. ഇതിൽ നമുക്ക് ഈ mv²/r സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈ ഫോമിൽ എഴുതാം. mr⍵² എന്ന് എഴുതാം. mr⍵² ഈക്വൽസ് ബി ക്യു വി സൈൻ തീറ്റ. ഇവിടെ ഞാൻ ഈ ലെഫ്റ്റ് സൈഡിൽ mv²/rന് വരെ mr⍵² എന്നൊന്നും എഴുതുന്നു. ദറ്റ് ഈസ് ഈക്വൽ ടു ലോറൻസ് ഫോഴ്സ് ബി ക്യു വി സൈൻ തീറ്റ. ഇവിടുന്ന് ഒമേഗ ഇൻറ്റു ഈ r എടുത്ത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ mv സൈൻ തീറ്റ ബൈ ബി ക്യു ഇൻറ്റു ω² ഈക്വൽസ് ബി ക്യു വി സൈൻ തീറ്റ. കണ്ടല്ലോ, സൈൻ തീറ്റ ക്യാൻസൽ ചെയ്യുമ്പോയിട്ട് m² ഈക്വൽസ് b² q². ഓർ ഒമേഗ ഈക്വൽസ് mω ഈക്വൽസ് ബി ക്യു ഓർ ഒമേഗ ഈക്വൽസ് ബി ക്യു ബൈ എം. ഒമേഗ എന്ന് പറഞ്ഞാൽ 2π പീരീഡാണ്. ഇപ്പം 2π/t ഈക്വൽസ് ബി ക്യു ബൈ എം. ഓർ p
പീരീഡ് ടി ഈക്വൽസ് 2πm/bq. അപ്പോൾ ഒരു സർക്കിള് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു പ്രാവശ്യം ഒരു കറക്കം പൂർത്തിയാക്കാൻ എടുത്ത സമയമായത്. ഈ ഒരു കറക്കം നടക്കുമ്പോൾ ഇത് അത്രയും സമയം ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഫീൽഡിന് പാരലായിട്ട്. എങ്കിൽ ഈ ഒരു കറക്കം നടക്കുന്ന സമയം കൊണ്ട് ഇത് മുന്നോട്ട് ഫീൽഡിന് പാരലായിട്ട് സഞ്ചരിച്ച ദൂരം കാണാൻ ഈ വി കോസ് തീറ്റ വെലോസിറ്റി ഇൻറ്റു ടൈം, ഇങ്ങോട്ടുള്ള വെലോസിറ്റി വി കോസ് തീറ്റ ഇൻറ്റു ടൈം ദിസ് ടി. അപ്പോൾ BQ 2πm/BQ ഇൻറ്റു വി കോസ് തീറ്റ. ഇതാണ് ഒരു സർക്കിളിൽ ഒരു പ്രാവശ്യം കറങ്ങുന്ന സമയം കൊണ്ട് ഇത് ഫീൽഡിന് പാരലായിട്ട് മുന്നോട്ട് പോയ ദൂരം. അതിനെ പിച്ച് ഓഫ് ദി ഹെലിക്സ് എന്നാണ് വിളിക്കുക. എൻ്റെ ഈ ദൂരം പിച്ച് ഓഫ് ദി ഹെലിക്സ്. അപ്പം ചുരുക്കത്തിൽ 3 കേസ് അറിയേണ്ട. ഫീൽഡിന് പാരലായിട്ടാണ് ചാർജ് കയറുന്നതെങ്കിൽ ദർ ഈസ് നോ ലോറൻസ് ഫോഴ്സ്, ഒന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ടാണ് ചാർജ് കയറുന്നതെങ്കിൽ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ ഇത് കറങ്ങിക്കൊണ്ടേയിരിക്കും. എങ്ങോട്ടും വേറെ മറ്റൊരു ഭാഗത്തേക്ക് ഇത് ചലിക്കില്ല. ഒരു ലോക്കലൈസ്ഡ് സർക്കിളിൽ കറങ്ങും. ഫീൽഡിന് ചരിഞ്ഞാണ് കയറുന്നതെങ്കിൽ ഈ സ്പൈറൽ പാത്തിൽ കൂടി ഹെലിക്കൽ പാത്തിൽ കൂടെ കറങ്ങി ഫീൽഡിൻ്റെ ഡയറക്ഷനിലേക്ക് ചാർജ് സഞ്ചരിക്കും. ഇതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ആവശ്യമുള്ള പോയിൻറ്റ്സാണിത്. ഇത് വി സൈൻ തീറ്റ ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ട്. അപ്പോൾ ചരിഞ്ഞ് കയറുമ്പോൾ 2 കമ്പോണൻസ് ആക്കുന്നു, വി സൈൻ തീറ്റ, വി കോസ് തീറ്റ. വി സൈൻ തീറ്റ ഇതിനെ കറക്കാൻ സഹായിക്കും. അതുപയോഗിച്ച് നമുക്ക് റേഡിയസ് കാണാം. mv²/r = ബി ലോറൻസ് ഫോഴ്സ്. ഇവിടെ വിയുടെ സ്ഥാനത്ത് വി സൈൻ തീറ്റ എന്ന് എടുക്കണം എന്നുള്ളതേ ഉള്ളൂ. അവിടെ നിന്ന് റേഡിയസ് എടുക്കുക, എന്നിട്ട് ഈ കാൽക്കുലേഷൻസ് ചെയ്യുക. ഈ കമ്പോണൻ്റ് കൊണ്ട് ഫോഴ്സ് ഒന്നുമില്ല. അപ്പോൾ ചാർജ് ഈ വെലോസിറ്റി കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ കറങ്ങുന്നതിനോടൊപ്പം കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ ഫീൽഡിൻ്റെ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ കറങ്ങി ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഹെലിക്കൽ പാത്ത് എന്ന് പറയുന്നു. താങ്ക് യു.